വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു. ഡാൻസേഴ്സ് ഒക്കെ കൂടെ ആയിട്ട് അടിപൊളിയായിരുന്നു. താങ്ക് യു ചേച്ചി. ഇതൊരു ഓണം റിലേറ്റഡ് സോങ് കൂടെ ആണല്ലേ. ഞങ്ങളെ ഡിസ്കസ് ചെയ്യരുത് എന്താണ് ഇങ്ങനത്തെ ഒരു കോസ്റ്റ്യൂമിൽ. അപ്പോഴാണ് അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞത് ഒരു ഓണം റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സോങ് കൂടെ ആണെന്ന്. എന്തായാലും നമുക്ക് ചോദിക്കാം. ഓക്കെ ശരത് സർ. ഞാനാണ് ആ ഓണം എന്ന് പറയുമ്പോ ഉണ്ണികൃഷ്ണനാ നമുക്ക് പ്രധാനം. അത് വിഷുവിനാണ്. വിഷുവിന് എന്താ ഉണ്ണികൃഷ്ണന്റെ പ്രധാനം? അയ്യോ അത് സ്വഭാവം അതല്ല. അല്ല ഓണം ഉണ്ണിക്ക് കുറെ ഇഷ്ടമാണ്. ആ ശരത് സാറിനും ഇഷ്ടമല്ലേ ഓണം? ഓണം എനിക്ക് ഭീകര ഇഷ്ടമാണ്. പക്ഷെ അല്ല നമ്മുടെ ഒരു ഉണ്ണി വന്നിരിക്കുമ്പോഴേ ഉണ്ണി അതിന് എന്ത് വിചാരിക്കും ഓണത്തിനെ പറ്റി പറഞ്ഞു? ഉണ്ണി സാറിന്റെ മുഖത്തേക്ക് നോക്കി ഒന്നും വിചാരിക്കുന്നില്ല. വേണ്ട മക്കളെ അമ്മയാ നല്ലൊരു എന്താ പറയണ്ട ഒരു അതിങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ നിന്ന് 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 നല്ല രസം. ഡാൻസേഴ്സ് ഒക്കെ ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. മോള് നന്നായിട്ട് പാടിയതാ. ഇത് ആരുടെ പാട്ടാണ് ഇതൊക്കെ പറയൂ കേക്കട്ടെ. ഇത് ദുർഗ ചേച്ചിയുടെ പാട്ടാണ്. ദുർഗ ചേച്ചി ഏത്? സാക്ഷാൽ ദുർഗയോ മഹാദുർഗയോ? ആ അത് പറ. നമ്മുടെ ദുർഗാ വിശ്വനാഥ്. ഓക്കെ കുറെ സന്തോഷം. എഴുതിയത് മോളെ? എഴുതിയത് ട്രഡീഷണൽ ആണ്. ട്രഡീഷണൽ ആണോ ഇരുന്ന് എഴുതിയത്? ആണോ? ഇതൊരു ട്രഡീഷണൽ പാട്ടാണ്. മിസ്റ്റർ ട്രഡീഷണൽ. അതിനകത്ത് ട്രഡീഷണൽ കണ്ടേ. ഇത് ഈ ട്യൂൺ ഉള്ളതാണോ മോളെ? ഈ ട്യൂണ് ദുർഗ വിശ്വനാഥ് തന്നെ ചെയ്തത് ചേച്ചി. ഓ നോ വണ്ടർഫുൾ. അപ്പൊ ദുർഗെ കമ്പോസിങ് തകർത്ത്. അപ്പൊ എല്ലാ ഐശ്വര്യം ഉണ്ടാവട്ടെ ദുർഗാ വിശ്വനാഥിന്. അപ്പൊ മക്കളെ നന്നായിട്ട് പാടിയടാ. വേറെ ഒരു കുറ്റം എന്ന് പറയുന്ന ഒന്നുമില്ല. വളരെ നന്നായിരുന്നു. താങ്ക് യു സർ. മനോഹരമായി. അത്രേ ഉള്ളൂ പറയാം. താങ്ക് യു സർ. ഷാനിക്ക. അമ്മയാ എന്താ സർ? നന്നായിട്ട് പാടി മോളെ. താങ്ക് യു സർ. അത്ര അങ്ങനെ വലിയ ഒരു കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാത്തൊരു പാട്ട്. ഒരേ അതിങ്ങനെ അതൊരു നമ്മളെ ഇങ്ങനെ ആട്ടിക്കൊണ്ടിരുന്നു. അതന്നെ ആ നാടൻ പാട്ട് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ റെക്കറിംഗ് ട്യൂണിൽ ലിറിക് ഇങ്ങനെ മാറി മാറി വരിക എന്നുള്ളതാണല്ലോ. പിന്നെ കോറസും നന്നായിരുന്നു. ആരൊക്കെയായിരുന്നു കോറസ്? കോറസ് ടീം. അപ്പൊ ഈ പറഞ്ഞ പോലെ നല്ല രസമുണ്ടായിരുന്നു. ഭയങ്കര കളർഫുൾ പെർഫോമൻസ് ആയിരുന്നു. ഈ പറഞ്ഞ പോലെ ഡാൻസേഴ്സും എല്ലാവരും കൂടെ വന്ന് മൊത്തത്തിൽ അതങ്ങ് കളറാക്കി അങ്ങ് ഓളം ആക്കി. അങ്ങനെ കൂടുതലൊന്നും പറയാനൊന്നുമില്ല. നമ്മളെല്ലാവരും പറഞ്ഞ ആ ഒരു ഫോക്കിന്റെ ആ ഒരു മായ വലയത്തിനകത്തായിരുന്നു. അതുകൊണ്ട് രസമുണ്ടായിരുന്നു കേട്ടോ. ഉഗ്രൻ പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു സർ. എനിക്ക് ആ സ്റ്റാർട്ടിങ് മുതൽ ആ എൻട്രി വിത്ത് ദ ഡാൻസേഴ്സ് അതൊക്കെ ഭയങ്കര രസമായിരുന്നു. നല്ല കൊറിയോഗ്രാഫി ആയിരുന്നു. ആൻഡ് നന്നായി ഡാൻസേഴ്സും വളരെ ഭംഗിയായി കളിച്ചു. ഈ പാട്ട് അഫ്കോഴ്സ് ഒരേ ട്യൂൺ ആണ്, എന്നാലും അത് ഒരു മെലഡി ആ ഒരു ഫീൽ കൊണ്ടുവരണല്ലോ. അപ്പോൾ ദാറ്റ് യു റിയലി ബ്രോട്ട്. സോ അതൊരു ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ്. ആ ഫ്ലേവർ നന്നായി കൊണ്ടുവന്നു. ആൻഡ് എനിക്ക് ഓവറോൾ നല്ലൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഒരു നല്ല ഓളുണ്ടായിരുന്നു. ആൻഡ് കളർഫുൾ ആൻഡ് ഇറ്റ് വാസ് എ വെരി നൈസ് പെർഫോമൻസ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. അമ്മയാ നല്ല കമന്റ്സ് അല്ലേ. ഇനി നമുക്ക് മാർക്സും ചോദിക്കാം. ഓക്കെ ശരത് സർ. 8.5 മാർക്ക് മോളെ. ഓക്കെ താങ്ക് യു സർ. ഷാനിക്ക 8.5. താങ്ക് യു സർ. ഉണ്ണി സർ നല്ല മാർക്ക്. ഓക്കെ so total 17 marks. Okay, all the best. Thank you.